ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. നമ്മൾ എത്തിയിരിക്കുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റിലുള്ളൊരു കേക്കാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യമേ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലെ കളറൊക്കെ മാറി വരുമല്ലോ, ആ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സൈഡിലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കും. തീ കുറച്ച് വെച്ച് കൊടുക്കുക. കളറൊക്കെ ചേഞ്ച് ആയി ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. സ്റ്റൗ ഞാനൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂട് വെള്ളം ഒഴിക്കണം. അത് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഇതൊന്ന് കട്ടിയാവുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കൂടെ ഇളക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് അത് ലൂസായിട്ട് വരും. ഇതെല്ലാം പതഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് റേസിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ടാണ് കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഗ്രാമ്പൂവും പട്ടയും കൂടെ പൊടിച്ചാണ് ഇട്ടത്. ഇതൊന്ന് വറ്റി വരണം. നമ്മുടെ കാരമലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 6 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ജാതിപത്രി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ട അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നുകൂടി അടിച്ചിട്ട് വരാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇത് ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒന്നുകൂടി അടിച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ അതിനായിട്ടൊരു അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഉണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ. ഇത്രയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം.
മുട്ടയുടെ മിക്സ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ പൗഡറുകളെല്ലാം ഒരു 3 ട്രിപ്പ് ഞാൻ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ 3 ട്രിപ്പ് ഞാൻ അരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഈ പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്തിരി തിക്കായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ കുറച്ച് 1 ടീസ്പൂൺ പാലൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മിക്സായി വന്നിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. പാത്രം ഞാൻ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റാം. ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടായി കിടക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിതിനെ ഇറക്കി വെച്ച് കൊടുക്കാം. അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയിറ്റ് എടുത്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു 40-45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കേക്ക് എന്തായി നോക്കാം. ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഈ നട്ട്സൊക്കെ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. കുത്തി നോക്കാം. വരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. തണുക്കട്ടെ. തണുക്കുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പൊക്കി നോക്കിട്ടോ. അപ്പോൾ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടോ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിനി ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അടിപൊളി കേക്കാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക് യു.